നമ്മളിപ്പോ കരുനാഗപ്പള്ളി KSRTCയിൽ നിന്ന് ശങ്കരമംഗലത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഹൈവേയിൽ നിന്ന് 6 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ടാണ് ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. അപ്പൊ നമുക്ക് ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പൊന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് പൊന്മന കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം അഥവാ കാട്ടിൽ മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. മണികെട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കൊല്ലം ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കതിൽ അമ്മ എന്നറിയപ്പെടുന്നത്. പ്രത്യേക പ്രാധാന്യത്തോടെ ദുർഗാ ഭഗവതിയും ഇവിടെ ആരാധിക്കപ്പെടുന്നു. കായലിനും കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് സമീപമുള്ള ആൽമരത്തിൽ പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി നാമജപത്തോടെ പ്രദക്ഷിണം ചെയ്ത് കെട്ടുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു വഴിപാടാണ്. ക്ഷേത്രം മണികെട്ടമ്പലം എന്നറിയപ്പെടാനുള്ള കാരണം ഇതാണ്. മനസ്സിൽ ന്യായമായ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് മണി കെട്ടൽ ചടങ്ങ് എന്ന് പറയുന്നത്. ഈ മണി നമ്മൾ നമ്മുടെ പേരും നാളും പറഞ്ഞ് എഴുതിച്ച് അതിന് ശേഷം നമ്മൾ ഇവിടെ അമ്പലത്തിൽ കൊടുത്ത് എല്ലായിടത്തും തൊഴുത് വരുന്ന അവിടെ കൗണ്ടറിൽ നിന്ന് പേര് വിളിച്ച് നമുക്ക് തരികയാണ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളിവിടെ നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കും. അവിടെ ആ ആലിന് ചുറ്റും 7 തവണ വലം വെച്ചതിന് ശേഷം ആണ് നമ്മൾ മണി കെട്ടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എത്ര ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച് മണി കെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു മണികെട്ടൽ ചടങ്ങിലേക്ക് പോവാം. നമസ്കാരം. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ഈ മണികെട്ട് എന്നുള്ളത്. അതിനെപ്പറ്റി നമ്മൾ സൈനിച്ചേച്ചി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ വരണം. കാരണം അത്രയ്ക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം. അപ്പുറത്ത് പടിഞ്ഞാറ് വശത്ത് അറബിക്കടൽ, തൊട്ടപ്പുറത്ത് ഒരു കനാല്, ഇതിന്റെ മധ്യഭാഗത്ത് വളരെ ശാന്തമായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ എന്താ പറയുക ഒരു ക്ഷേത്രത്തിന്റെ എല്ലാ ഫീലും കിട്ടുന്ന ഒരു ഗംഭീര ഒരു വൈബാണ് ഇവിടെ നിന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റിയത്. കാരണം അമ്പലത്തിലെ ശ്രീകോവിലോട്ടൊക്കെ ചെന്ന് നിന്ന് തൊഴുന്ന സമയത്ത് നമ്മൾ കണ്ണടയ്ക്കുന്ന മാത്രമേ ഓർമ്മയുണ്ട്. അത്രയ്ക്ക് ഫീലാണ്, അത്രയ്ക്ക് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് ഗംഭീര വൈബാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. അപ്പൊ നമുക്കിനി ഇതിന്റെ ബാക്കി ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളും അതിന്റെ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളും നമുക്കിനി അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് പൊങ്കാലയിടൽ. അത് എല്ലാ ദിവസവും ഇവിടെ പൊങ്കാലയിടാൻ പറ്റുമെന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ നമുക്കിപ്പോൾ പൊങ്കാലയിടുന്നത് കാണാൻ സാധിക്കും. എവിടെ ചേച്ചി വീട്? എന്റെ സ്ഥലം തിരുവനന്തപുരം കാട്ടായിക്കോണം. ആദ്യമായിട്ടാണോ പൊങ്കാലയിടുന്നത്? വന്നിട്ട് ആദ്യമായിട്ട്. ഇതിന്റെ ഐതിഹ്യം എന്തെങ്കിലും അറിയോ ഈ പൊങ്കാലയിടുന്നതിന്റെ? എനിക്ക് ഐതിഹ്യം അധികം അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയണത്. 3 മണി അടുത്തോണ്ട് കെട്ടി മുടക്കമില്ലാതെ 3 മണി അടുത്തോട്ട് കെട്ടിയിട്ട് വന്ന് പൊങ്കാല ഇടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം ഭംഗിയായിരിക്കും. ചിലർ പറയും 7 മണി കെട്ടി അടുത്തോണ്ട് വന്ന് പൊങ്കാല ഇടണമെന്ന്. ഞാനിപ്പോൾ 3 മണി കെട്ടിയിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഒരു ദിവസം തന്നെയാണോ 3 മണി? അതേ 3. ഞാൻ ഇന്ന് വന്ന് 3-ാമത്തെ മണി മുമ്പേ പോയി കെട്ടിയതിന് ശേഷം വന്ന് പൊങ്കാല ഇടുന്നത്.
ചിലവർ 3 മണി കെട്ടിയിട്ട് അടുത്ത തവണ വന്ന് പൊങ്കാല ഇടുന്നവരും ഉണ്ട്. അപ്പം ശരിക്കുള്ള ഏതാണ് ശരിയെന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെ പല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ചെയ്തവർക്കെല്ലാം നല്ല അനുകൂലം, നല്ല ഗുണമാണെന്നാണ് പറയണത്. ആഗ്രഹിക്കുന്നത് സാധിച്ചു കൊടുക്കുമെന്ന് ദേവി. ആ വിശ്വാസത്തിലാണ് നമ്മളും വന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ലഭിച്ച ദേവീ ദർശനവും പൊന്മനയിലെ ഒരു പ്രമുഖ കുടുംബത്തിലെ കാരണവർക്ക് ആലപ്പുഴ ചമ്പക്കുളത്ത് നിന്ന് ലഭിച്ച പെൺകുട്ടി ദേവിയായി മാറിയെന്ന വിശ്വാസവുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇപ്പൊ നമ്മൾ ഈ പൊങ്കാല വെച്ചു, ഇത് ഇനി എന്ത് ചെയ്യും? അവിടെ കൊണ്ടുപോയിട്ട് നേദിക്കും? നടയിൽ കൊണ്ടുപോകില്ല, ഇവിടെ പോയിട്ട് വന്നതുകൊണ്ട് അവിടെ ഫോട്ടോ, ദൈവത്തിന്റെ ഫോട്ടോ വെച്ച്, ദേവിയുടെ ഫോട്ടോ വെച്ച് കത്തിച്ചിരിക്കല്ലേ, അവിടുന്ന് പോയിട്ട് വന്ന് ഇതില് നേദിക്കും. അപ്പൊ എന്നിട്ട് അവര് നേദിച്ചതിന് ശേഷം അപ്പൊ ചടങ്ങ് കഴിഞ്ഞു. പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി പ്രസാദം എല്ലാവർക്കും, ഇവിടെ വേണവർക്ക് ഇവിടെ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി വീട്ടിൽ കൊണ്ടുപോകും. ശരി, നിങ്ങൾക്ക് തരാം ഇവിടെ നിന്നാ. ആയിക്കോട്ടെ. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക്. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടുത്തെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന വിശേഷ ദിവസങ്ങൾ. രാവിലെ ക്ഷേത്രം 5 മണി മുതൽ 12 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുക. വൃശ്ചികോത്സവം ഇവിടെ അതിപ്രധാനമാണ്. വൃശ്ചിക മാസത്തിലെ 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി ദിവസങ്ങൾ പ്രാധാന്യമുള്ളതാണ്. നവരാത്രി, തൃക്കാർത്തിക, ദീപാവലി, മണ്ഡലകാലം തുടങ്ങിയവയും വിശേഷ ദിവസങ്ങളായി ആചരിക്കുന്നു. കാട്ടിലമ്മ അല്ലെങ്കിൽ കാട്ടിൽ മേക്കതിൽ അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ദാരികവധം കഴിഞ്ഞ ഭാവം. ഉഗ്രമൂർത്തിയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭഗവതിയാണ് ഇതെന്ന് ഐതിഹ്യം. മഹാഗണപതി, ദുർഗാ ഭഗവതി തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ദുർഗാ ഭഗവതി പ്രത്യേക ക്ഷേത്രത്തിൽ വാഴുന്നു. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. വൃശ്ചിക മാസം 1-ാം തീയതി ഉത്സവം കൊടിയേറി 12-ാം ദിവസം സമാപിക്കുന്നു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭക്തർ ക്ഷേത്ര പരിസരത്തുള്ള കുടിലുകളിൽ താമസിച്ച് ഭഗവതിയെ ഭജിക്കുന്നു. 12-ാം ദിവസം ഭഗവതിയുടെ തിരുമുടി ഭക്തരുടെ ഭജന കുടിലുകൾക്ക് സമീപം എത്തിക്കുന്നു. ഈ സമയം അവിടെ നിൽക്കുന്നവരുടെ ദുഃഖങ്ങൾ ഭഗവതി പരിഹരിക്കുന്നു എന്നാണ് വിശ്വാസം. വൃശ്ചികോത്സവത്തിൽ പങ്കെടുക്കുവാൻ തമിഴ്നാട്, കന്യാകുമാരി തുടങ്ങിയ അന്യദേശങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തർ എത്തുന്നു. ഉത്സവ സമയത്ത് ഭക്തർക്ക് വസിക്കുവാനായി ആയിരക്കണക്കിന് ചെറിയ കുടിലുകളാണ് ക്ഷേത്ര പരിസരത്ത് നിർമ്മിക്കുന്നത്. ഉത്സവത്തിനോടനുബന്ധിച്ച് തോറ്റംപാട്ട്, വിശേഷാൽ പൂജകൾ, അന്നദാനം, തങ്കയങ്കി ഘോഷയാത്ര, വൃശ്ചിക പൊങ്കൽ, തിരുമുടി ആറാട്ട് എന്നിവയും നടത്താറുണ്ട്. അറബിക്കടലിന് തീരത്തായി കേരവൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുവല്ലോ. വിശാലമായ മണൽപ്പരപ്പിന് നടുവിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. ഇതൊരു മനോഹര കാഴ്ച തന്നെ ഒരുക്കുന്നു. 2004 സുനാമി ദുരന്തമുണ്ടായപ്പോൾ പരിസര പ്രദേശം മുഴുവൻ കടൽക്ഷോഭത്തിനിരയായിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല എന്നത് അത്ഭുതമുളവാക്കുന്നു.
ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ ചൊവ്വ, വെള്ളി, ശനി, പൗർണമി, അമാവാസി, ജന്മനക്ഷത്ര ദിവസം, മലയാളം, ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങൾ ദർശനത്തിന് അനുയോജ്യമാണ്. പൊതുവെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഭക്തരുടെ തിരക്ക് കൂടുന്നതായി കാണാം. ക്ഷേത്രത്തിലെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഇവയാണ്. ദേവി മാഹാത്മ്യം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യ സ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതിർ ഭദ്രകാളി നമോസ്തുതേ. രോഗാനശേഷാന പഹംസി തുഷ്ടാരുഷ്ട തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. സർവബാധാ പ്രശമനം ത്രൈലോകസ്യാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മദ്വൈരി വിനാശനം. മഹൈശ്വര്യപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീരേ മഹേശി ശ്രീഭദ്രകാളി നമോസ്തുതേ. സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യപുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ. ഈശ്വരി പരമേശ്വരി ജഗദീശ്വരി മഹേശ്വരി ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ. ഓം ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹി മേ പരമേശ്വരി. ലളിതേ സുഭഗേ ദേവി സുഖസൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമഃ. കാർത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാമയി ബ്രഹ്മ വിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബികേ മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. അംബിക അനാദിനിധന അശ്വാരൂഢ അപരാജിത. ദേവി മഹാത്മ്യം. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിതാ നമസ്തസ്യേ 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 നമോ നമഃ. ഇത് നമ്മുടെ കാട്ടിൽമേഖല ക്ഷേത്രത്തിലേക്കുള്ള ജങ്കാ സർവീസാണ്. ഇത് കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്നവർക്ക് എടപ്പള്ളിക്കോട്ടയിൽ നിന്ന് റൈറ്റ് തിരിയുന്നതാണ്. അതല്ല ഇനി കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ ശങ്കരമംഗലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടും ഈ കടവിന്റെ അപ്പുറത്തെ സൈഡിലെത്താം. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഈ ജങ്കാർ സർവീസിൽ നമുക്ക് ഇവിടെ കയറാം. ഇത് കൂടാണ്ട് നമ്മൾ ഇനിയിപ്പോൾ കായംകുളത്ത് വരുവാണെങ്കിൽ മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ കരുനാഗപ്പള്ളി KSRTCയുടെ അവിടെ നിന്ന് വലത്ത് തിരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജങ്കാർ സർവീസിൻ്റെ ആവശ്യമില്ല, നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിൽ അമ്പലത്തിന് മുന്നിലെത്താം. അങ്ങനെ നമുക്ക് 2 വഴിയുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്.
നമ്മളങ്ങനെ കാട്ടിൽമേക്കത്ത് ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം കാട്ടിൽമേക്ക് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിഞ്ഞ ഓരോരുത്തർക്കും നയം ചാനലിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം നമ്മൾ എന്തെങ്കിലും മറന്നോ? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.